രാഷ്ട്രീയ ഇന്ത്യയുടെ ചരിത്രരേഖകളിൽ പ്രത്യയശാസ്ത്രപരമായ പോരാട്ടങ്ങൾ കനക്കുന്ന വേളയിൽ RSSന്റെ 100ാം വാർഷിക ആഘോഷങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ട് കർണാടക IT ഗ്രാമവികസന മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഖാർഗെ ഉന്നയിച്ച ചോദ്യങ്ങൾ വലിയ ചർച്ചയാകുന്നു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രാഷ്ട്രീയ സ്വയംസേവക് സംഘിന്റെ പങ്ക് എന്തായിരുന്നു എന്ന കാലങ്ങളായുള്ള തർക്കത്തിന് പുതിയ മാനങ്ങൾ നൽകുന്നതായിരുന്നു ഖാർഗെയുടെ ഈ പരസ്യ വെല്ലുവിളി. കൊൽക്കത്തയിൽ നടന്ന RSS വ്യാഖ്യാൻ മാല പരിപാടിയിൽ പങ്കെടുത്ത് സംഘടനയുടെ ദേശസ്നേഹത്തെയും ചരിത്രപരമായ ദൗത്യങ്ങളെയും കുറിച്ച് മോഹൻ ഭാഗവത് സംസാരിച്ച വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ചരിത്ര വസ്തുതകൾ നിരത്തി പ്രിയങ്ക ഖാർഗെ രംഗത്തെത്തിയത്. 100 വർഷത്തെ ചരിത്രം അവകാശപ്പെടുന്ന ഒരു സംഘടനയ്ക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനായി പോരാടിയ 10 വ്യക്തികളുടെ പേര് പോലും സ്വന്തം നിരയിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാനില്ലേ എന്ന ഖാർഗെയുടെ ചോദ്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വലിയ സംവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വലമായ അധ്യായങ്ങളിൽ തങ്ങളുടെ ചോരയും നീരും നൽകി പോരാടിയ 25 മഹാരഥന്മാരുടെ പട്ടിക അക്കമിട്ട് നിരത്തിയാണ് ഖാർഗെ തന്റെ വാദങ്ങൾ സമർത്ഥിച്ചത്. മഹാത്മാഗാന്ധിയുടെ അഹിംസാ പോരാട്ടം മുതൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സായുധ വിപ്ലവം വരെ നീളുന്ന ആ പട്ടികയിൽ ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, BR അംബേദ്കർ തുടങ്ങിയ ആധുനിക ഇന്ത്യയുടെ ശില്പികളായ എല്ലാവരുമുണ്ട്. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു തുടങ്ങിയ വിപ്ലവകാരികളും സരോജിനി നായിഡു, അരുണ ആസഫ് അലി, മാഡം ഭിഖാജി കാമ തുടങ്ങിയ ധീര വനിതകളും അടങ്ങുന്ന ഈ നിര വിവിധ ആശയധാരികളിൽ വിശ്വസിച്ചവരായിരുന്നു. എന്നാൽ അവർക്കെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വൈവിധ്യമായ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ എവിടെയാണ് RSS എന്ന് ഖാർഗെ ചോദിക്കുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ ചോദ്യം എന്നതിലുപരി ഒരു ചരിത്രപരമായ ഓഡിറ്റിംഗ് ആയി മാറുകയാണ്. RSSന്റെ രൂപീകരണകാലം മുതൽക്കുള്ള നിലപാടുകളെ ഖാർഗെ പരോക്ഷമായി വിമർശിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ രാജ്യം ഒന്നടങ്കം തെരുവിലിറങ്ങിയപ്പോൾ അക്കാലത്ത് RSS സ്വീകരിച്ച നിസ്സംഗതയോ സഹകരണമോ ആയ നിലപാടുകളെ കോൺഗ്രസ് കാലങ്ങളായി ഉയർത്തിക്കാട്ടാറുണ്ട്. ഭാഗവതിനോടുള്ള ഖാർഗെയുടെ ചോദ്യം ഈ മുറിവുകളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ്. വിവിധ ജാതി മത ഭാഷാ വൈവിധ്യങ്ങൾക്കിടയിലും മൗലാന അബ്ദുൽ കലാം ആസാദും ലാലാ ലജ്പത് റായും C രാജഗോപാലാചാരിയും അഷ്ഫഖുല്ല ഖാനും ഒരേ ലക്ഷ്യത്തിനായി നിലകൊണ്ടപ്പോൾ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു സംഘടന എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യവും പ്രസക്തമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ അല്ലൂരി സീതാറാം രാജുവിനെ പോലുള്ള ഗോത്രവർഗ നേതാക്കളെയും അദ്ദേഹം ഉൾപ്പെടുത്തിയത് പോരാട്ടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കാനാണ്. ദേശീയ സ്നേഹത്തെക്കുറിച്ചും ദേശസ്നേഹത്തെക്കുറിച്ചും RSS നടത്തുന്ന അവകാശങ്ങൾ പൊള്ളയാണെന്ന് തെളിയിക്കാനാണ് ഖാർഗെ ഇത്തരമൊരു വെല്ലുവിളി ഉയർത്തിയത്. RSSകാരായ 10 സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേര് പറയാമോ എന്ന ചോദ്യം സംഘപരിവാർ കേന്ദ്രങ്ങളെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സാധാരണയായി ഇത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ KB ഹെഡ്ഗേവാറിനെ പോലുള്ളവരുടെ പേരുകൾ ഉയർന്നു വരാറുണ്ടെങ്കിലും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്ത 10 പേരുകൾ കണ്ടെത്തുക എന്നത് സംഘടനയെ സംബന്ധിച്ച് പ്രയാസകരമായ ഒരു കാര്യമാണെന്നതും ചരിത്രകാരന്മാരുടെ പക്ഷമാണ്. ഹൻസ മെഹ്തയെയും മന്ദാകിനി ഹസ്രയെയും പോലുള്ള സ്ത്രീ രത്നങ്ങളെയും ഖാർഗെ തന്റെ പട്ടികയിൽ ചേർത്തതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസും മറ്റ് സംഘടനകളും നൽകിയ ലിംഗസമത്വമായ പ്രാധാന്യവും അദ്ദേഹം അടിവരയിടുന്നു. RSS അതിന്റെ ശതാബ്ദി ആഘോഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ചരിത്രത്തെ വളച്ചൊടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ്. ഈ പശ്ചാത്തലത്തിലാണ് പ്രിയങ്ക ഖാർഗെയുടെ ഇടപെടൽ ഗൗരവമർഹിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തവർ ഇന്ന് രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയാണെന്ന വിമർശനം ഖാർഗെ തന്റെ വാക്കുകളിലൂടെ പറയാതെ പറയുന്നുണ്ട്. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന മതേതര ഇന്ത്യയുടെ നിർമ്മാണത്തിൽ പങ്കാളിയായ നേതാക്കളുടെ പേരുകൾ ഓരോന്നായി ഉച്ചരിക്കുമ്പോൾ BR അംബേദ്കറെയും സർദാർ പട്ടേലിനെയും പോലുള്ളവരുടെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന BJP RSS കേന്ദ്രങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് ഇത് നൽകുന്നത്. പട്ടേൽ RSSനെ നിരോധിച്ച ചരിത്രവും ഗാന്ധിവധത്തിന് ശേഷമുള്ള സാഹചര്യങ്ങളും ഈ ചർച്ചകളിൽ വീണ്ടും ഉയർന്നു വരുന്നു. കർണാടക രാഷ്ട്രീയത്തിൽ BJPയുടെ തീവ്ര നിലപാടുകൾക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന നേതാവാണ് പ്രിയങ്ക ഖാർഗെ. അതുകൊണ്ട് തന്നെ മോഹൻ ഭാഗവതിനെ നേരിട്ട് കടന്നാക്രമിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ നീക്കം ദേശീയ തലത്തിൽ പ്രധാന ചർച്ചാ വിഷയമായിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതൃത്വത്തെ കുറിച്ചുള്ള തർക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ഖാർഗെ ഉന്നയിച്ച 25 പേരുടെ പട്ടിക ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രമാണെന്നും ആ ചരിത്രത്തിൽ സ്വന്തം സ്ഥാനം അടയാളപ്പെടുത്താൻ RSSന് ഇതുവരെ സാധിച്ചിട്ട് ഇല്ലെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നത്. ദാദാഭായ് നവറോജി മുതൽ സിയാവുദ്ദീൻ അഹമ്മദ് വരെയുള്ളവർ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കും നൽകിയ നേതൃത്വം ചരിത്രത്തിന്റെ ഏടുകളിൽ മായാതെ നിൽക്കുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിലുടനീളം RSS ഒരു കേരള സംഘടനയായി ഒതുങ്ങുകയായിരുന്നു എന്ന വിമർശനം ശക്തമായി തുടരുന്നു. 100ാം വാർഷിക വേളയിൽ ഇത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നത് RSSന് വലിയ വെല്ലുവിളിയാണ്. സവർക്കറെ പോലുള്ള നേതാക്കളുടെ ജയിൽവാസവും മാപ്പപേക്ഷയും ചർച്ചയാകുന്ന ഈ കാലത്ത് ഖാർഗെയുടെ ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്നു. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന പോരാട്ട ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് ഏകശിലാത്മകമായ ഒരു ദേശീയത പടുത്തുയർത്താനുള്ള ശ്രമങ്ങൾക്ക് ലഭിച്ച തിരിച്ചടിയായാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. അരുണ ആസഫ് അലിയെ പോലുള്ളവരുടെ ധീരതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംഘപരിവാർ നേതാക്കളുടെ നിശബ്ദതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. ഏതായാലും പ്രിയങ്ക ഖാർഗെ തുടങ്ങി വെച്ച ഈ സംവാദം ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചുള്ള പുതിയ പാഠങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി മരുന്നിട്ടിരിക്കുകയാണ്.